പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ ഈ ദിവസം ജനുവരി മാസം 31, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ലോകം കണ്ട വളരെ വിചിത്രമായ എന്നാൽ ഏറ്റവും മനോഹരമായ ഒരു വാഗ്ദാനത്തെക്കുറിച്ചാണ്. അത് രണ്ട് ചങ്ങാതിമാരുടെ കഥയാണ്. പ്രൈവറ്റ് കെവിൻ എലിയറ്റും അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തായ ബാരി ഡെലിയാനയും. വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും. പിന്നീട് അവർ ബ്രിട്ടീഷ് സൈനികരായി. ഇരുവരും അഫ്ഗാനിസ്ഥാനിലെ യുദ്ധഭൂമിയിലേക്ക് തിരിക്കും മുൻപ് തമാശ രൂപേണ ഒരു കരാറിൽ ഏർപ്പെട്ടു. നമ്മളിൽ ആരെങ്കിലും യുദ്ധത്തിൽ മരിച്ചാൽ ജീവിച്ചിരിക്കുന്നവൻ മറ്റേയാളുടെ സംസ്കാര ചടങ്ങിൽ ഏറ്റവും വിചിത്രമായ വസ്ത്രം ധരിച്ചെത്തണം. തമാശയ്ക്കപ്പുറം മരണത്തെപ്പോലും പുഞ്ചിരിയോടെ നേരിടാനുള്ള അവരുടെ കരുത്തായിരുന്നു ആ വാക്ക്. പക്ഷേ വിധി വളരെ ക്രൂരമായിരുന്നു. 2009 അഫ്ഗാനിസ്ഥാനിൽ വെച്ച് കെവിൻ കൊല്ലപ്പെട്ടു. സ്കോട്ട്ലൻഡിലെ ഡണ്ടിയിൽ നടന്ന ആ ശവസംസ്കാര ചടങ്ങിൽ ലോകം അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചു. കണ്ണീരണിഞ്ഞു നിൽക്കുന്ന ബന്ധുക്കൾക്കും കറുത്ത വസ്ത്രം ധരിച്ചെത്തിയവർക്കും ഇടയിലേക്ക് വളരെ തിളക്കമുള്ള പച്ച വസ്ത്രവും പിങ്ക് സോക്സും ധരിച്ച് ഒരാൾ കടന്നു വന്നു. അത് ബാരി ഡെലാനിയായിരുന്നു. ഏറ്റവും വിചിത്രമായ അല്ലെങ്കിൽ അരോചകമായ വസ്ത്രം ധരിക്കണം എന്നതായിരുന്നു അവരുടെ കരാർ. അതുകൊണ്ടാണ് കറുത്ത വസ്ത്രം ധരിച്ചെത്തുന്ന ശവസംസ്കാര ചടങ്ങിൽ ഏറ്റവും വേറിട്ടു നിൽക്കുന്ന ഈ നിറങ്ങൾ ബാരി തിരഞ്ഞെടുത്തത്. ആ കാഴ്ച കണ്ട ആളുകൾ പരിഹസിച്ചില്ല, പകരം അവരുടെ എല്ലാം ഉള്ളുലഞ്ഞു. ആ വിചിത്രമായ വസ്ത്രത്തിനുള്ളിൽ ബാരി തകർന്ന് കരയുകയായിരുന്നു. ലോകം എന്ത് വിചാരിക്കും എന്നതിനേക്കാൾ തൻ്റെ പ്രിയ സുഹൃത്തിന് നൽകിയ വാക്ക് പാലിക്കാനാണ് അവൻ ശ്രമിച്ചത്. ആ പച്ച വസ്ത്രം ഒരു തമാശയായിരുന്നില്ല, മരണത്തിന് പോലും തകർക്കാൻ കഴിയാത്ത അവരുടെ സൗഹൃദത്തിൻ്റെ അടയാളമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ പലർക്കും വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടല്ലേ? പക്ഷെ പ്രതിസന്ധികളിലും നഷ്ടങ്ങളിലും ആ വാക്ക് പാലിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? സൗഹൃദം എന്ന് പറഞ്ഞാൽ അത് ഒരുമിച്ച് ചിരിക്കുക മാത്രമല്ല, ലോകം മുഴുവൻ നമ്മളെ നോക്കി പരിഹസിക്കുമ്പോഴും പ്രിയപ്പെട്ടവന് വേണ്ടി കൂടെ നിൽക്കുക എന്നുള്ളത് കൂടിയാണ്. ബാരി ഡെലാനി അന്ന് ധരിച്ച ആ പച്ച വസ്ത്രത്തിന് പ്രണയത്തേക്കാൾ ചുവപ്പും ആകാശത്തേക്കാൾ ആഴവും ഉണ്ടായിരുന്നു. ലോകം എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ തൻ്റെ സുഹൃത്തിന് വേണ്ടി ബാരി ഡെലാനിയുടെ തിരഞ്ഞെടുപ്പ് കണ്ടപ്പോൾ പ്രശസ്ത അമേരിക്കൻ പത്രപ്രവർത്തകൻ വാൾട്ടർ വിൻചെലിൻ്റെ വാക്കുകൾ ഓർക്കുകയാണ്. ലോകം മുഴുവൻ നിങ്ങളെ വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അകത്തേക്ക് വരുന്നവരാണ് യഥാർത്ഥ സുഹൃത്തെന്ന്. നോക്കൂ, ബാരി ഡെലാനി കെവിന് വേണ്ടി ചെയ്തതും അത് തന്നെയായിരുന്നില്ലേ? സൗഹൃദം എന്ന് പറയുന്നത് ഒരാൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മൾ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട ആ സുഹൃത്തിനെ ഇന്നോർക്കാം. ആ സുഹൃത്തിനായി ആത്മാർത്ഥതയോടെ ഒപ്പം നിൽക്കാം, ചേർത്ത് പിടിക്കാം.